ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അശ്വിൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതോ ആലോചിച്ചിട്ട് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ട്. അശ്വിൻ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി രാത്രിയെല്ലാം വിഷമിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കട്ടിലിരുന്നിട്ട്. അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി ക്ഷമിക്കും ശ്രുതി, ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാറ് ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ലെങ്കിൽ പോലും സാർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് സാർ എന്ന് പറയണം. ശ്രുതി, നീ എന്താ ഇങ്ങനെ? എനിക്കകപ്പാടെ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യാൻ പോയതൊക്കെ അരച്ച് ആകെ ദേഷ്യം വന്നു. ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. സോറി ശ്രുതി, നിനക്കത് വല്ലാത്ത വിഷമോ എനിക്ക് മനസ്സിലായി. നീ എന്നോട് ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിക്ക് എന്ന് പറയണം. ശ്രുതി പറയണ്ട്, സാർ ഞാനെന്തിനാണ് സാറിനോട് ദേഷ്യപ്പെടുന്നതോ ഒരു ദേഷ്യപ്പെടുന്നതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞത്. സാർ ഇത് പറഞ്ഞ മുമ്പ് തന്നെ എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ഈ കുടുംബത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് സാർ പറയുന്ന മുമ്പ് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സാർ, നിങ്ങളേക്ക് വിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ശ്രുതി, നീ പോവരുത്, ഞാൻ പറയണ നീ കേൾക്ക് എന്ന് പറയാണ്. സാർ എനിക്ക് പോകണം സാർ എന്ന് പറയാണ്. ശ്രുതി, നീ പോവരുത് എന്ന് പറയുമ്പോൾ സാർ ഞാൻ പറഞ്ഞത് കേൾക്ക്, ഞാൻ പോണേ സാർ നല്ലത്. ഞാനിവിടെ എന്തിനാണ് നിൽക്കണത്? അഞ്ജലിച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ അഞ്ജലിച്ച് ഇനി ഇതിനു വേണ്ടി തുനിയും എന്ന് പറയണം. ഇല്ല ശ്രുതി, അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇല്ല സാർ, എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ എങ്കിലേ 6 മാസത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നീ പോകുമ്പോൾ നിൻ്റെ ചേച്ചിനെയും കൂടി കൂട്ടിക്കോ, ആകാശിനെ കൊണ്ട് ഞാൻ നിൻ്റെ ചേച്ചിനെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ ഞാൻ പറയും. ഓഹോ, അപ്പോൾ സാർ ഇപ്പോഴും ഞാനും സാറും തമ്മിലുള്ള ബന്ധം ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണോ കാണുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ, എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയാണ്. ഓക്കെ സാർ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ശരി, ഞാനെന്നാൽ പോകുന്നില്ല, എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തിൽ റൂമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് പോവാണ്. അശ്വിനും മനസ്സിൽ ഞാൻ വിചാരിക്കണം, എൻ്റെ ശ്രുതി, ഞാൻ നീ പോവാതിരിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ, ഞാൻ നിന്നെ ശരിക്കും മനസ്സുകൊണ്ട് തന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു, ഈ ജന്മത്തിൽ നീയായിരിക്കും എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ശ്രുതി വീട്ടിലേക്ക് പോവാണ്. കാരണം ശ്രുതിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ എല്ലാ പിറന്നാളിനും ശ്രുതി അമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ലഡുവോ ജിലേബിയോ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്, ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അമ്മായിയൊക്കെ രാവിലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനോട്, എൻ്റെ ഭഗവാനെ ഇന്ന് ശ്രുതി മോളുടെ പിറന്നാളാണ്, അവൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കണേ, അവളുടെ കുടുംബത്തിലെ ഐശ്വര്യങ്ങളും കൊടുക്കണേക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതി രാവിലെ തന്നെ അമ്മായിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എടി ശ്രുതി, നീ അതിരാവിലെ തന്നെ എത്തിയല്ലോ, നീ എന്താടി രാവിലെ എഴുന്നേറ്റ പാടത്തന്നെ ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായി, എനിക്ക് പെട്ടെന്ന് അമ്മായിനെ കാണണമെന്ന് തോന്നി. അതങ്ങനെയാണല്ലോ, എല്ലാ പിറന്നാളിലും നീ സ്വീറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടല്ലേ പിറന്നാൾ ആഘോഷിക്കണത് എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയാണ്. അതേസമയം നമ്മുടെ പ്രീതിയാണെന്നുണ്ടെങ്കിലോ, നമ്മുടെ ശ്രുതിയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് പ്രീതിയാണെങ്കിൽ ശ്രുതിക്ക് വേണ്ടി പ്രത്യേക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ശ്രുതിക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്, ശ്രുതിക്ക് ജിലേബി ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാം, ആദ്യം നെയ്യപ്പം ഉണ്ടാക്കാം, അതിനുശേഷം ജിലേബി ഉണ്ടാക്കാം, അപ്പോഴേക്കും മാവൊക്കെ ഇങ്ങനെ ഉറച്ചൊരുക്കട്ടെ എന്ന് പറയണം. അപ്പോൾ മനോരമ വരുന്നുണ്ട്, എന്താണ് നീ ആകെ ജിലേബി നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്നത്, എന്താ നിൻ്റെ അനിയത്തിയുടെ സ്വഭാവം നീ അങ്ങ് ഏറ്റെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ആൻറ്റി, ശ്രുതിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് അവൾക്ക് സന്തോഷമുള്ളൊരു ദിവസമല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ ചോദിച്ചു. ഓഹോ അങ്ങനെയാണോ, ശരി നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ പ്രീതിയാണെങ്കിൽ നെയ്യപ്പം ഇങ്ങനെ ചുട്ടോണ്ടിരിക്കുകയായിരിക്കോട്ടോ. ആ സമയത്ത് ആ നെയ്യപ്പം ചുടുന്ന പ്രീതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദ്രോഹിക്കണമല്ലോ എന്ന് മനോരമ വിചാരിക്കുകയാണ്. അവളുടെ അനിയത്തിക്ക് വേണ്ടി നെയ്യപ്പം ചുടുന്നു, അതും വളരെ സ്വീറ്റും അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നെയ്യപ്പം, ഇന്ന് ഇതിനൊരു പണി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മനോരമ പ്രീതിനെ വിളിക്കുന്നുണ്ട്. അതായത് നെയ്യപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം, എണ്ണയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതിനെ വിളിക്കുകയാണ്. പ്രീതി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ ആൻറ്റി ചോദിക്കുമ്പോൾ അതെ, ഈ പൊടിയുടെ കവർ മുകളിലിരിക്കണില്ല, അതൊന്നും എനിക്ക് എടുത്തതാണ്, എൻ്റെ കൈ എത്തുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ പ്രീതി, മനോരമ ആൻറ്റി പറഞ്ഞതല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ആ കവറൊക്കെ എടുത്ത്, അതായത് ഒരു ഡബ്ബയാണ്, ഒരു അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തോ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഡബ്ബ കേട്ടോ. അതെടുക്കാൻ വേണ്ടി കൈ പൊക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെയ്യപ്പം കരിഞ്ഞു പോവാണ്. അയ്യോ നെയ്യപ്പം കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പ്രീതി വേഗം തന്നെ നെയ്യപ്പത്തിനടുത്ത് പോകുമ്പോൾ അതെല്ലാം കരിഞ്ഞു പോയിട്ടോ. പ്രീതിക്ക് ആകെ വിഷമമാണ്. മനോരമ പറയണം, ഇവിടുത്തെ എണ്ണയും വെളിച്ചെണ്ണയും മാവൊക്കെ കളയാൻ മാത്രം നിന്നെ കൊണ്ട് കൊള്ളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മായിയാണെങ്കിൽ വീണ്ടും ശ്രുതിയെടുത്ത് ചോദിക്കുകയാണ്, ശ്രുതി സത്യം പറ ശ്രുതി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ല നീ ഒറ്റയ്ക്ക് വന്നത് എന്താ, നിൻ്റെ ഭർത്താവ് എന്താ നിൻ്റെ കൂടെ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറയാതെ അമ്മായി വന്നത്, എനിക്ക് രാവിലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീറ്റ്സ് മേടിച്ച് കഴിക്കണമെന്ന് തോന്നി, അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോകും, അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാ നീ ഇരിക്കുന്നില്ലേ? ഇല്ല അമ്മായി, ഞാൻ പോകുമെന്ന് പറയാണ്. അതൊന്നും പറ്റില്ല, നീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, ദേ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ നീ അവിടെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയും വേണം എന്ന് പറയുമ്പോഴത്തെ അമ്മായി ഒരു വലിയൊരു പാത്രം, അതൊരു പാത്രത്തിൽ
ഫുള്ളും ലഡ്ഡു ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. അമ്മായി ഇതെല്ലാം അവിടെ കൊടുക്കാനാണോ? പിന്നല്ലാതെ മധുരമുള്ളത് മധുരമില്ലാത്തതൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അമ്മായി പറയണം. അങ്ങനെ ശ്രുതിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ അശ്വിൻ രാവിലെ തന്നെ അമ്മായിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വാതിൽ തുറക്കുന്നതും നമ്മുടെ ശ്രുതിനെ കാണുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട്, ശ്രുതി നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്നോട് പറയാതെ നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? എന്ത് ധൈര്യം ഉണ്ടായിരുന്നു നിനക്ക്? ഞാൻ ഇന്നലെ രാത്രി അത്രയൊക്കെ പറഞ്ഞിട്ടോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം നീ ഇങ്ങോട്ട് വരാനായിട്ട്? അപ്പോൾ നീ എന്നെ എതിർക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കായിരിക്കും. ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും അശ്വിൻ മനസ്സിലാക്കുന്നത് ശ്രുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് ശ്രുതി അശ്വിനെ നോക്കാതിരുന്നത്. അപ്പോഴേക്കും അമ്മായി അങ്ങോട്ടേക്ക് വരുന്നത്, ആഹാ അശ്വിൻ മോൻ വന്നോ? കൊള്ളാട്ടോ. നീ ശ്രുതിനെ വഴക്ക് പറഞ്ഞത് എന്തിനാണ്? ഇന്നവളെ പിറന്നാളല്ലേ, എല്ലാ പിറന്നാളും അവൾ സ്വീറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആദ്യം കഴിക്കണത്, അതുകൊണ്ട് അവൾ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. ശ്രുതി നിൻ്റെ പിറന്നാളാണോ എന്ന് എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ട്, ആഹാ അത് കൊള്ളാം, അപ്പം സ്വന്തം ഭർത്താവിന് ഭാര്യയുടെ പിറന്നാൾ പോലും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മായി അത് എനിക്ക് അറിയില്ലായിരുന്നു. കൊള്ളാം, എന്തായാലും നീ അവളെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ബർത്ത്ഡേ വിഷ് എന്ന് പറയണം. അത് പിന്നെ വിഷ് അത് ശ്രുതി ഹാ 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 എന്ന് പറയുമ്പോൾ എന്താ പറസ് എന്ന് ശ്രുതി പറയാണ്. ഹാപ്പിയാണോ നീ? അതെ സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അപ്പം അമ്മായി ചോദിക്കണ്ടേ, എന്താ അശ്വിൻ മോനിത് ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഇത്ര ബുദ്ധിമുട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മായി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി അമ്മായിനെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്, അതേ അമ്മായി ഇത്രയും വർഷത്തിനിടയ്ക്ക് അശ്വിൻ സാർ ആരോടും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടില്ല, സോറിയും പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സോറി പറഞ്ഞ് പഠിച്ചത്. ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ലാവണ്യ മേഡം എന്നോട് പറഞ്ഞതാണ്. ഓഹോ, അപ്പോൾ അതാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ ഇത്ര ബുദ്ധിമുട്ടുന്നതല്ലേ? അതേ എന്ന് പറയാണ്. വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരണം ഹാപ്പി ബർത്ത്ഡേ പറയാനായിട്ട്. ശ്രുതി അതില്ലേ ഹാ ഹാ എന്താ സർ പറഞ്ഞോ? ഹൽവ ഉണ്ടാവും ഇന്ന് നോക്കട്ടെ സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. വീണ്ടും അശ്വിൻ വരാണ് ശ്രുതിയുടെ അടുത്ത്. ശ്രുതി അത് പിന്നെ എന്ന് ശ്രുതി പറയുമ്പോൾ അത് പിന്നെ ശ്രുതി പറയാണ് അത് ഹാ ബാക്കി പറ സർ. ഹാപ്പി ചേട്ടനെ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഓ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകണം. അപ്പം അമ്മായി അശ്വിനെ കളിയാക്കണ്ടേ, എൻ്റെ പൊന്നു സാറേ, പൊന്നുമോ അശ്വിൻ മോനെ, നിനക്ക് ഇതുവരെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോലും പറ്റുന്നില്ല. നോക്ക്, നിൻ്റെ ഭാര്യയുടെ പിണക്കം ഭയങ്കര പിണക്കമാണ്. ഭാര്യയുടെ പിണക്കം മാറ്റിയിട്ട് നീ എല്ലായിടത്തും സംസാരിച്ചാൽ മതി. നീ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? ഇല്ല അമ്മായി, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാമെന്ന് പറയണം. അങ്ങനെ അശ്വിനെ കൊണ്ടൊരു 10-12 ഭൂരി കഴിപ്പിക്കാട്ടോ. അശ്വിൻ ശരിക്കും പറഞ്ഞാൽ പെട്ടു പോകുന്നുണ്ട് അവിടെ വന്നിട്ട്. പക്ഷേ രസകരമായിട്ടുള്ള നിമിഷം കേട്ടോ അത്. ശേഷം അശ്വിൻ ശ്രുതിയുടെ ബാഗ് കീറി പോകുന്നുണ്ട്. അതായത് ലഡ്ഡു വെക്കുമ്പോഴേക്കും, അത് പഴയ ബാഗാണല്ലോ, ലഡ്ഡു എല്ലാം വെക്കുമ്പോഴേക്കും കനം കൊണ്ട് കീറിപ്പോവാണ്. അപ്പോൾ അത് അറിയുന്ന അശ്വിനാണ് ശ്രുതിക്ക് 2 ലക്ഷം രൂപയുടെ ബാഗ് മേടിച്ചു കൊടുക്കുകയാണ്. ശ്രുതി അപ്പം പറയുന്നുണ്ട്, ഓ എനിക്ക് 2 ലക്ഷം രൂപയുടെ ബാഗൊന്നും വേണ്ടായിരുന്നു, എനിക്ക് വല്ല ഒരു സഞ്ചി മതിയായിരുന്നു, എനിക്ക് സഞ്ചിയിൽ സാധനങ്ങൾ കൊണ്ടുപോകണതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അശ്വിൻ ദേഷ്യം കാണിക്കണം. അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സഞ്ചിയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനല്ല ബാഗ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഇത്ര വരുടെ ആ ബാഗിൻ്റെ ആവശ്യമില്ല, എന്തിട്ടാലും സാധനം കൊണ്ടുപോയാൽ പോരെ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അശ്വിനെ ചിരിയും വരുന്നുണ്ട്. എന്നാൽ ഇവളെന്തൊരു പെണ്ണാന്ന രീതിയിൽ ശ്രുതിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുവാണ്. ശ്രുതിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ പിറന്നാളിന് ശ്രുതി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്തായാലും അടിപൊളി ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.